ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓയിൽ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ കാച്ചൊന്നും വേണ്ട. അതിന് പകരം സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ വെളിച്ചെണ്ണ ഹെയർ ഓയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് ഉലുവ, രണ്ടാമത് പച്ച വെളിച്ചെണ്ണ. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. ഒരു 1-2 സ്പൂൺ ഉലുവ മാത്രം മതിയാവും. നമുക്ക് 2 to 3 ആഴ്ച വരെ ഇത് യൂസ് ചെയ്താൽ മതിയാവും. അതിനുശേഷം എഗെയിൻ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് ഒരുപാട് അയേൺ ആൻഡ് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഹെയർ ഗ്രോത്തിനും ആൻഡ് ഹെയറിലെ നല്ലൊരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഓയിൽ പ്രിപ്പയർ ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. അതായത് കുറച്ച് ഉലുവ എടുക്കുക, എന്നിട്ട് അതിനെ നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർപ്പിക്കാനായിട്ട് വെക്കുക. അതിനുശേഷം മോർണിംഗ് അത് എടുത്തിട്ട് നമുക്ക് മുളപ്പിക്കാനായിട്ട് വെക്കണം. ഒരു 3 days അങ്ങനെ ഇരുന്നോട്ടെ. അതിനുശേഷം അതെടുത്ത് പച്ച വെളിച്ചെണ്ണയിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഓയിൽ ഒരു 3 to 4 days അങ്ങനെ തന്നെ വെക്കുക, ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ എടുത്തിട്ട് ഫെർദർ നമ്മൾ ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ബാക്കിയുള്ള ആ ഉലുവ സ്ട്രെയിൻ ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. കാരണം അത് അതിൽ ഇരുന്ന് ആ ഒരു കുതിർപ്പിച്ച് വരുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ നല്ല ബെനിഫിഷ്യലായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഓയിൽ നമ്മൾ മെയിനായിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഇത് PG ഉള്ളവർക്കും, അതായത് ഹോസ്റ്റലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും പിള്ളേർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് കാച്ചിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് ടൈം കൺസ്യൂമിങ് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം 2-3 ദിവസങ്ങളെടുക്കും ഇത് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഉലുവ പ്ലെയിനായിട്ട് കുറച്ച് മാത്രമേ ആവശ്യം വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ കുറവ് ക്വാണ്ടിറ്റിയിൽ മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് വിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക.